പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് ക്ലാസ് 4 EVSൻ്റെ ചാപ്റ്റർ 17 നന്ദിത ഇൻ മുംബൈ എന്ന ലെസണാണ് പഠിക്കുന്നത്. ഐ കെയിം ടു മുംബൈ എ മന്ത് എഗോ. ഒരു മാസം മുമ്പാണ് ഞാൻ മുംബൈയിൽ എത്തിയത്. സിൻസ് വി കെയിം മദർ ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. എന്തിനാണ് ഞങ്ങൾ വന്നത്? അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വി ഹാഡ് ടു കം ടു മുംബൈ ഫോർ ഹെർ ട്രീറ്റ്മെൻറ്റ്. അമ്മയുടെ ട്രീറ്റ്മെൻറ്റ്, ചികിത്സ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുംബൈയിലേക്ക് വന്നത്. ദ ബിഗ് സിറ്റി, വലിയ നഗരം മുംബൈ. ഐ ഹാവ് സ്ലോലി ഗുഡ് യൂസ് ടു ദ സിറ്റി. ഞാൻ പതിയെ പതിയെ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങി. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വെൻ മദർ ആൻഡ് ഐ ഗോട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് ദ മുംബൈ സ്റ്റേഷൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനും അമ്മയും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ദിവസം. ഇറ്റ് വാസ് സോ ക്രൗഡഡ്. അന്ന് അത് വളരെയധികം ജനസാന്ദ്രമായിരുന്നു. അതായത് ഇഷ്ടംപോലെ ആൾക്കാർ, ഭയങ്കര ആൾക്കൂട്ടം. ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു, ആൾക്കൂട്ടം. ഐ ക്വിക്ലി കോട്ട് ഹോൾഡ് ഓഫ് മദേഴ്സ് ഹാൻഡ്. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ കൈക്ക് പിടിച്ചു. ക്വിക്ലി മീൻസ് പെട്ടെന്ന്. I was thinking about how Mama would find us in the crowd. ഈ ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെയാണ് എൻ്റെ മാമന് ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? Just then I heard someone calling loudly from behind. അപ്പോൾ തന്നെ ഞാൻ കേട്ടു ആരോ പുറകിൽ നിന്നും വളരെ ഉച്ചത്തിൽ വിളിക്കുന്നത്. നന്ദിത, 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 നന്ദിത എന്ന് ആരോ വിളിക്കുന്നു. ഐ ടേൺ ബാക്ക് ആൻഡ് ദർ വാസ് മാമ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മാമ നിൽക്കുന്നു. മാമ മീൻസ് അങ്കിൾ. വി ലെഫ്റ്റ് ദ സ്റ്റേഷൻ ആൻഡ് വേ സൂൺ ഓൺ അവർ വേ ടു മാമാസ് ഹൗസ്. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് മാമൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ബട്ട് എഗെയിൻ ഇറ്റ് വാസ് സോ ക്രൗഡഡ് എവരിവെയർ. പക്ഷേ വീണ്ടും എല്ലായിടവും ഇതുപോലെ തന്നെ ആൾക്കൂട്ടമായിരുന്നു. There were many huts lined all along the narrow street. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ ഹട്ട്സാണ്. ഹട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുടിലുകൾ നിരനിരയായി നിൽപ്പുണ്ട്. പക്ഷെ സ്ട്രീറ്റ് വളരെ നാരോ ആയിരുന്നു, വീതി കുറഞ്ഞ വഴിയായിരുന്നു. വി വെൻറ്റ് ത്രൂ ദ സ്ട്രീറ്റ് ടു റീച്ച് മാമാസ് ഹൗസ്. അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ, വഴിയിലൂടെ നടന്ന് മാമൻ്റെ വീട്ടിലെത്തി. മാമ, മാമി. മാമി മീൻസ് ആൻറ്റി. ദെയർ 2 daughters. അവരുടെ 2 പെൺകുട്ടികൾ ആൻഡ് എ സൺ, ഒരു മകൻ. ഓൾ ലിവ് ഇൻ 1 room. അവരെല്ലാം ഒരു മുറിയിലാണ് താമസിക്കുന്നത്. നൗ ഐ ടു ലിവ് ഹിയർ വിത്ത് ദം. ഇനി മുതൽ ഞാനും ഈ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് വി സിറ്റ്, സ്ലീപ്പ്, കുക്ക് ആൻഡ് വാഷ് ഓൾ ഇൻ 1 room. ഞങ്ങൾ ആ ഒരു റൂമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വാഷ് ചെയ്യുന്നത്, കഴുകുന്നത്, കുക്ക് ചെയ്യുന്നത്, ആഹാരം പാചകം ചെയ്യുന്നത്, ഉറങ്ങുന്നത്, ഇരിക്കുന്നത്, എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ റൂം മാത്രമേ ഉള്ളൂ. നോക്കിയേ, നന്ദിതയുടെ മാമൻ്റെ വീട്ടിലേക്ക് പോരുന്ന സ്ട്രീറ്റാണ്. അതിന് 2 സൈഡിലുമായിട്ട് എന്താണ് വീടുകൾ, ചെറിയ ചെറിയ വീടുകളാണ് ഉള്ളത്. സ്ട്രീറ്റ് വളരെയധികം ഡേർട്ടിയാണ്, കണ്ടോ? ഡോഗ്സൊക്കെ, സ്ട്രീറ്റ് ഡോഗ്സൊക്കെ ഉണ്ട്. വളരെ ഡേർട്ടി ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാമയുടെ വീട് നോക്കി, ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, TV വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കി, അവരെല്ലാവരും ആഹാരം കഴിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഒരൊറ്റ പ്ലേസിലാണ്. കുക്ക് ചെയ്യാൻ കണ്ടോ, ഗ്യാസൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളം വെക്കാനുള്ള പോട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം അവരൊരു റൂമിൽ വെച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ മൈ ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ഓൾസോ വാസ് ഓൺലി 1 room. എൻ്റെ വില്ലേജിലെ, എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ വീടും ഇതുപോലെ ഒരു മുറിയുള്ളൂ. ബട്ട് വി ഹാവ് സെപ്പറേറ്റ് പ്ലേസസ് ഫോർ കുക്കിംഗ് ആൻഡ് ഫോർ ബാത്തിങ്. കുളിക്കാനും പാചകം ചെയ്യാനും വേറെ സ്ഥലമുണ്ട്. വി ഓൾസോ ഹാവ് എ കോർട്ട്യാർഡ് ഔട്ട്സൈഡ്. വെളിയിൽ ഞങ്ങൾക്ക് ഒരു മുറ്റവും ഉണ്ട്. വാട്ടർ. മാമി, സീമ ആൻഡ് ഐ ഗെറ്റ് അപ്പ് അറ്റ് 4 o'clock എവറി മോർണിംഗ് ആൻഡ് ഗോ ടു ദ പബ്ലിക് ടാപ്പ് ടു ഫിൽ വാട്ടർ. സീമ മാമിയുടെ മോളാണ്, അങ്കിളിൻ്റെ മോള്. സീമ എൻ്റെ ആൻറ്റി, പിന്നെ ഞങ്ങൾ 4 മണിയാകുമ്പോൾ തന്നെ വെള്ളം പിടിക്കാൻ വേണ്ടി പബ്ലിക് ടാപ്പിൽ ചെല്ലും. ഓ നോ, യു വോണ്ട് ബിലീവ് ഹൗ മെനി ഫൈറ്റ്സ് ദെയർ ആർ ഫോർ വാട്ടർ. നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റില്ല. ബിലീവ് മീൻസ് വിശ്വസിക്കുക.
വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എന്താണ്? ഹൗ മെനി ഫൈറ്റ്സ്, എന്തോരം വഴക്കുകൾ അവിടെ നടക്കുന്നതെന്നറിയാമോ? ഇഫ് വി ആർ ജസ്റ്റ് എ ലിറ്റിൽ ലേറ്റ് ദെൻ വി ആർ നോട്ട് ഏബിൾ ടു ഫിൽ വാട്ടർ ഫോർ ദ ഡേ. ഞങ്ങൾ അല്പം താമസിച്ചു പോയാൽ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം വെള്ളം കിട്ടത്തില്ല. ദർ ഈസ് നോ ടാപ്പ് ഇൻ അവർ ഹൗസ് ഇൻ ദ വില്ലേജ് ടു. ഞങ്ങളുടെ വില്ലേജിലെ, ഗ്രാമത്തിലെ വീട്ടിലും പൈപ്പൊന്നുമില്ല. ബട്ട് ദ പോണ്ട് ഇൻ ദ വില്ലേജ് ഹാസ് വാട്ടർ. പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തിലെ കുളത്തിൽ നിറയെ വെള്ളമാണ്. ഇറ്റ് ടേക്സ് 20 minutes ടു വാക്ക് ടു ഇറ്റ്. ഞങ്ങൾ അവിടെ വരെ നടന്നു പോകണേ ഏകദേശം 20 മിനിറ്റ് ഉണ്ട്. ഇൻ സമ്മർ സംടൈംസ് ദ വാട്ടർ ഇൻ ദ പോണ്ട് ഡ്രൈസ് അപ്പ്. ചില സമയത്ത് സമ്മർ ആകുമ്പോൾ, വേനലാവുമ്പോൾ ആ പോണ്ടിലെ, ആ കുളത്തിലെ വെള്ളം വറ്റിയിട്ടുണ്ടാവും. ദെൻ വി ഹാവ് ടു വാക്ക് ഫോർ ഓൾമോസ്റ്റ് 1 hour ടു ദ റിവർ ടു ഗെറ്റ് വാട്ടർ. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ നടന്നിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്, ആ റിവറിലേക്ക്. പോണ്ടിലെ വെള്ളം തീർന്നാൽ പിന്നെ റിവറിൽ, നദിയിൽ പോയാണ് എടുക്കുന്നത്. ബട്ട് ഇൻ ദ വില്ലേജ് ദർ വാസ് നോ ഫൈറ്റ് ഫോർ വാട്ടർ. പക്ഷെ ഒരിക്കലും വില്ലേജിൽ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ഫൈറ്റ് നടക്കാറില്ല, വഴക്ക് നടക്കാറില്ല. ഇൻ ദ സ്ട്രീറ്റ് വെയർ മാമ ലിവ്സ് ദർ ഈസ് എ ടോയ്ലറ്റ് അറ്റ് വൺ എൻഡ്. മാമ താമസിക്കുന്ന ആ വീടിൻ്റെ ആ വഴിയിലെ അങ്ങേ അറ്റത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് വെരി ഡേർട്ടി ആൻഡ് സ്മെൽസ് സോ ബാഡ്. അത് വളരെ ഡേർട്ടിയാണ്, അതുപോലെ തന്നെ വളരെയധികം സ്മെല്ല് ചെയ്യുന്ന, മോശം മണം ഉള്ളതുമാണ്, ദുർഗന്ധം ഉള്ളതാണ്. അറ്റ് ഫസ്റ്റ് ഇറ്റ് യൂസ് ടു മേക്ക് മീ വോണ്ട് ടു വോമിറ്റ്. എനിക്കിത് ടോയ്ലറ്റ് കാണുമ്പോൾ മുതൽ വല്ലാത്ത ഈ സ്മെല്ലും എല്ലാം കൂടെ അനുഭവിച്ച് കഴിയുമ്പം വോമിറ്റ് ചെയ്യാൻ തോന്നും, ഛർദ്ദിക്കാൻ വരും. ആ ടൈംസ് ദർ ഈസ് നോ വാട്ടർ. ചില സമയത്താണെങ്കിൽ അവിടെ വെള്ളമില്ല. വി ഹാവ് ടു ടേക്ക് വാട്ടർ വിത്ത് അസ്. ഞങ്ങളുടെ വെള്ളം കൊണ്ടുപോയിട്ടാണ് ടോയ്ലറ്റിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. നൗ ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഓൾ ദീസ്. ഞാനിപ്പോൾ എന്നാൽ ഇതെല്ലാം പരിചയിച്ചു. ഇൻ ദിസ് വില്ലേജ് പീപ്പിൾ ഗോ ടു ദ ഓപ്പൺ പ്ലേസസ് ഓർ ഫീൽഡ് ഫോർ ടോയ്ലറ്റ്സ്. ഞങ്ങൾ ഗ്രാമത്തിൽ എങ്ങനെയാണ്, അവിടെ ഇങ്ങനെ ടോയ്ലറ്റ് ഒന്നുമില്ല, പറമ്പിലാണ് പോകുന്നത്, ഓപ്പൺ പ്ലേസസിലാണ്. ദ മെൻ ആൻഡ് വുമൺ ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. മെന്നിന് ഒരു പ്ലേസ് ഉണ്ടാവും, ആണുങ്ങൾക്ക് വേറൊരു സ്ഥലം, പെണ്ണുങ്ങൾക്ക് വേറൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് അവിടെ. ഇനിയും നമ്മളിപ്പം കണ്ടതിൽ നിന്ന് വൈ സിറ്റി ലൈക്ക് മുംബൈ ഹാസ് സോ മച്ച് ക്രൗഡഡ്. ഇത്രയധികം മുംബൈ പോലെയുള്ള ഒരു സിറ്റി ക്രൗഡഡ് ആവാൻ, ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതലുണ്ടാവാൻ കാര്യം എന്താണ് നോക്കിയേ. മുംബൈ എന്ന് പറയുന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ് മുംബൈ. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ താമസിക്കാൻ തയ്യാറാവുന്നതെന്ന് നോക്കാം. പീപ്പിൾ ഓൾവേസ് ടെൻഡ് ടു ചൂസ് സിറ്റീസ് ടു ലിവ് ഇൻ. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാർജ് സ്കോപ്പ് ഓഫ് എൻജോയിങ് സർവീസസ് ആൻഡ് ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ്. അതായത് ഗ്രാമങ്ങളിലേക്കാട്ടില്ല സിറ്റികളിൽ ഒരുപാട് എൻജോയിങ് സർവീസ്. ദാറ്റ് മീൻസ് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ വാഹന സൗകര്യം ഉണ്ടായിരിക്കും, പിന്നെ തൊട്ടടുത്ത് തന്നെ ബാങ്ക്, പിന്നെ അതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പാർക്കുകൾ എല്ലാ സിറ്റികളിൽ അടുത്തടുത്തുണ്ടാവും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം ജോലികൾ സിറ്റിയിൽ എല്ലാവർക്കും കിട്ടും. ആൻഡ് ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ്. ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റി, ഇപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആണെങ്കിലും ശരി, നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലുകൾ എല്ലാം. ഇപ്പോൾ നന്ദിതയുടെ അമ്മയെ അവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാനല്ല സിറ്റിയിലേക്ക് വന്നത്. അങ്ങനെ സിറ്റി എന്തുകൊണ്ടും എന്താണ് കൂടുതൽ സേവനങ്ങളുള്ള സ്ഥലമാണ്, അതായത് കൂടുതൽ നമുക്ക് സൗകര്യങ്ങൾ തരുന്ന സ്ഥലമാണ്. ദെയർഫോർ എൻജോയ് എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലിവിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും എന്ത് ചെയ്യുന്നത്, സിറ്റികളിലേക്ക് വരുന്നത്. വൈ ഡിഡ് നന്ദിത ഹാവ് ടു ബ്രിങ് ഹെർ മദർ ഫ്രം വില്ലേജ് ടു മുംബൈ. നന്ദിത എന്താണ് അമ്മയെ ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവന്നത്? നന്ദിത ഹാഡ് ടു ബ്രിങ് ഹെർ മദർ ടു മുംബൈ ഫോർ ട്രീറ്റ്മെൻറ്റ്. ചികിത്സയ്ക്ക് വേണ്ടിയാണ്. നന്ദിത യൂസ് ടു ഫീൽ ലൈക്ക് വോമിറ്റിംഗ് വെൻ അറ്റ് ഫസ്റ്റ് ഷീ ഹാഡ് ടു യൂസ് ദ ടോയ്ലറ്റ് വെയർ മാമ ലിവ്ഡ്. വൈ മാമൻ താമസിച്ചിരുന്ന അവിടുത്തെ ടോയ്ലറ്റ് ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്ദിതയ്ക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. എന്താ കാര്യം? ദ ടോയ്ലറ്റ് വാസ് ടു ഡേർട്ടി. ടോയ്ലറ്റ് വളരെ അഴുക്കായിരുന്നു. ആൻഡ് സ്മെൽ ബാഡ്. വളരെ ദുർഗന്ധമുള്ളതാണ്, ഭന്ന മണമായിരുന്നു. സോ നന്ദിത യൂസ് ടു ഫീൽ ലൈക്ക് വോമിറ്റിങ്. അതുകൊണ്ട് തന്നെ എന്താണ്, വോമിറ്റ് ചെയ്യാൻ കൂടുതൽ പ്രാവശ്യമൊക്കെ വോമിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നു. In what ways did Nandita find her mama's house to be different from her house in the village? മാമൻ്റെ ഹൗസും
വില്ലേജിലെ അവളുടെ ഹൗസും തമ്മിലുള്ള വ്യത്യാസം. ദർ ഈസ് എ കോർട്ട്യാർഡ്, സെപ്പറേറ്റ് കിച്ചൺ ആൻഡ് ബാത്റൂം ഇൻ നന്ദിതാസ് ഹൗസ് ഇൻ ദ വില്ലേജ്. വില്ലേജിലെ അവിടെ വീട്ടിൽ മുറ്റമുണ്ടായിരുന്നു, ഒരു കിച്ചൺ അടുക്കളയുണ്ടായിരുന്നു, പിന്നൊരു ബാത്റൂം കുളിമുറിയും ഉണ്ടായിരുന്നു. വൈൽ ദർ ഈസ് നോ കോർട്ട്യാർഡ് ഓർ സെപ്പറേറ്റ് കിച്ചൺ ഓർ ബാത്റൂം ഇൻ ഹെർ മാമാസ് ഹൗസ് ഇൻ മുംബൈ. പക്ഷെ മുംബൈയിൽ മാമൻ്റെ വീട്ടിൽ സെപ്പറേറ്റ് ബാത്റൂമോ കിച്ചണോ കോർട്ട്യാർഡോ ഒന്നും ഇല്ലായിരുന്നു. വാട്ട് ഡിഫറൻസസ് ഡിഡ് നന്ദിത ഫൈൻഡ് ബിറ്റ്വീൻ ഗെറ്റിംഗ് വാട്ടർ ഫ്രം ദ പബ്ലിക് ടാപ്പ് ആൻഡ് ഇൻ ദ വില്ലേജ്. അതുപോലെ പബ്ലിക് ടാപ്പിൽ നിന്നും വില്ലേജിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിൻ്റെ വ്യത്യാസം, അതായത് വില്ലേജിലും സിറ്റിയിലും. ഇൻ വില്ലേജ് ദർ ഈസ് നോ ഫൈറ്റ് ഫോർ വാട്ടർ. വില്ലേജിൽ വെള്ളത്തിന് വഴക്കില്ല. ദേ കളക്ട് വാട്ടർ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്. അവർ കുളത്തിൽ നിന്നും നദിയിൽ നിന്നുമൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകും. ബട്ട് ഇൻ സിറ്റീസ് ദർ ഈസ് എ ഫൈറ്റ് ഫോർ വാട്ടർ ആൻഡ് ദർ ഈസ് ഓൺലി വാട്ടർ സപ്ലൈ ഫോർ സം അവേഴ്സ്. പക്ഷേ സിറ്റിയിൽ അങ്ങനെയല്ല, വെള്ളത്തിന് ഭയങ്കര അടിയാണ്. കാര്യം എന്താണെന്നറിയാമോ, എപ്പോഴും വെള്ളമില്ല, ചില സമയത്ത് മാത്രം കുറച്ച് മണിക്കൂർ മാത്രമേ വെള്ളം വരികയുള്ളൂ. വാസ് ദെയർ ഇലക്ട്രിസിറ്റി അറ്റ് ദ പ്ലേസ് വെയർ നന്ദിതാസ് മാമ ലിവ്ഡ്? ഗോസ്. നിങ്ങൾക്കൊന്ന് പറയാമോ, നന്ദിതയുടെ മാമ താമസിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി, കറണ്ട് ഉണ്ടോയെന്ന്? യെസ്, ദെയർ വാസ് ഇലക്ട്രിസിറ്റി അറ്റ് ദ പ്ലേസ് വെയർ നന്ദിതാസ് മാമ ലിവ്ഡ്. എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്? നമ്മൾ ആ പിക്ചറിൽ കാണുമ്പോൾ എന്താണ്, പിക്ചറിൽ ഒരു TV വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലേണിംഗ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. എവറി ഡേ ഐ ഗോ ടു ഹോസ്പിറ്റൽ ബൈ ബസ് ടു സീ മൈ മദർ. എല്ലാ ദിവസവും ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അറ്റ് ഫാസ്റ്റ് ഐ വാസ് ടു സ്കേർഡ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സ്കേർഡ് മീൻസ് പേടി. ടു ഗെറ്റ് ഇൻ ടു സച്ച് ക്രൗഡഡ് ബസ്സസ്. ഇത്രയും ആൾക്കൂട്ടമുള്ള ബസ്സിലൊക്കെ, ആളുകളുള്ള ബസ് കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് യൂസ് ടു ഇറ്റ്. ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ പരിചയമായി. ഐ വാസ് അഫ്രീഡ് ബട്ട് നൗ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് ഭയമുണ്ടായിരുന്നു. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഐ നോ ഹൗ ടു സ്റ്റാൻഡ് ഇൻ ലൈൻ. ഞാൻ ലൈനിൽ നിൽക്കാൻ പഠിച്ചു. ആൻഡ് ഹൗ മച്ച് ടു പേ ഫോർ ദ ടിക്കറ്റ്. ടിക്കറ്റിന് എത്ര രൂപയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പഠിച്ചു. വെയർ ടു ഗെറ്റ് ഡൗൺ, എവിടെയാണ് ഇറങ്ങേണ്ടതെന്നും പഠിച്ചു. അതായത് ബസ്സിൽ നിന്ന് എവിടെയാണ് ഇറങ്ങേണ്ടത്. വെയർ വി സ്റ്റേ ദെയർ ഈസ് എ ടോൾ ബിൽഡിംഗ് നിയർ ബൈ. ഞങ്ങൾ താമസിക്കുന്നതിനടുത്തായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. മൈ മാമി വർക്ക്സ് ഇൻ 7 ഹൗസസ് ദെയർ. അവിടെ 7 വീടുകളിൽ എൻ്റെ മാമി ജോലി ചെയ്യുന്നുണ്ട്. ഷീ വാഷസ് യൂട്ടൻസിൽസ് ആൻഡ് ക്ലീൻസ് ഹൗസസ്. എൻ്റെ മാമി എന്താണ് ചെയ്യുന്നത്? അവരുടെ പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും, പിന്നെ വീടെല്ലാം വൃത്തിയാക്കി കൊടുക്കും. വൺ ഡേ ഐ വെൻറ്റ് ദെയർ വിത്ത് ഹെയർ. ഞാൻ ഒരു ദിവസം എൻ്റെ മാമിയുടെ കൂടെ ഞാൻ അവിടെ പോയി. I first saw the building. I thought that it was one big house. ഞാൻ ആദ്യം ആ ബിൽഡിംഗ് കണ്ടപ്പോൾ അതൊരു വലിയ വീടാണെന്നാണ് വിചാരിച്ചത്. ബട്ട് ഐ ഫൗണ്ട് ദാറ്റ് ദെയർ വെർ മെനി ഹൗസസ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി വേറെ ധാരാളം വീടുകൾ ഉണ്ട്. വൺ ഓൺ ടോപ്പ് ഓഫ് അതർ. ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് ആ വീടുകൾ പണിതിരിക്കുന്നത്. ഐ വാസ് വണ്ടറിങ് ഹൗ ഐ വുഡ് ക്ലൈംബ് സോ മച്ച് സ്റ്റെയർസ് ബട്ട് there was a lift to take the people up and down. നോക്കി, ഈ വലിയ ബിൽഡിംഗ് കണ്ടപ്പോഴാണ് നന്ദിത വിചാരിച്ചത് ഇതൊരു വലിയ വീടാണ്. പക്ഷെ അങ്ങനെയല്ല അല്ലേ, ഇത് ഓരോരോ നിലകളായിട്ട് ഉള്ള കുറേ വീടുകൾ ചേർന്ന ഒരു വലിയ ബിൽഡിംഗ് ആണ്. ഇതിലേക്ക് കയറി പോകാൻ എങ്ങനെ ചെയ്യുന്നത്? ലിഫ്റ്റ് യൂസ് ചെയ്യും. എന്താണ് ലിഫ്റ്റ്? ദിസ് ഈസ് ലിഫ്റ്റ് അല്ലേ, ഇതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിഫ്റ്റ് യൂസ് ചെയ്താണ് ആൾക്കാർ മുകളിലേക്ക് പോകുന്നത്. So many of us got into lift. Somebody pressed the button and lift went up quickly. എങ്ങനെയാണ് ചെയ്യുന്നത്? കുറേ ആൾക്കാർ ഒരുമിച്ച് ലിഫ്റ്റ് കയറും. ആരെങ്കിലും ഒരാൾ ബട്ടൺ ഞെക്കും, എന്ത് പറ്റും? ഈ ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങിപ്പോവും. ടു ടെൽ യു ദ ട്രൂത്ത് ഐ വാസ് വെരി സ്കേർഡ് ഇൻ ദ ബിഗിനിങ്. ഇതും എനിക്ക് വളരെ പേടിയായിരുന്നു തുടക്കത്തിൽ. ഈ ലിഫ്റ്റ് കയറാനും എല്ലാം എനിക്ക് വളരെ ഭയമായിരുന്നു. ഡു യു നോ എനി വൺ ഹൂ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? യെസ്, മൈ ഫ്രണ്ട്സ് ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് ഫാദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഫോർ ഹൗ മെനി ഡേയ്സ് വാസ് ഹി ഓർ ഷീ ഇൻ ദ ഹോസ്പിറ്റൽ? ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം എത്ര നാൾ കിടന്നു? ഹി വാസ് അഡ്മിറ്റഡ് ഫോർ എബൌട്ട് 5 months. ഏകദേശം 5 മാസമാണ് അദ്ദേഹം അവിടെ കിടന്നത്. ഡിഡ് യു വിസിറ്റ് ദ പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കണ്ടായിരുന്നോ? യെസ്, ഐ വിസിറ്റഡ് ദ പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ.
ഹൂ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യൻ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ആരായിരുന്നു അദ്ദേഹത്തിനെ നോക്കിയിരുന്നത്? പാരൻസ് ഓഫ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ രക്ഷകർത്താക്കളായിരുന്നു, അല്ലെങ്കിൽ പാരൻസ് ആയിരുന്നു അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ നോക്കുന്നത്. ഹാവ് യു എവർ സീൻ ടോൾ ബിൽഡിംഗ് വെയർ? നിങ്ങൾ എവിടെയെങ്കിലും ടോളായിട്ടുള്ള ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്? യെസ്, ഐ സോ സെവറൽ ടോൾ ബിൽഡിംഗ്. ഒത്തിരി ബിൽഡിങ്ങുകൾ കണ്ടിട്ടുണ്ട്. ഹൗ മെനി ഫ്ലോർസ് ഡിഡ് ദ ബിൽഡിംഗ് ഹാവ്? ആ ബിൽഡിങ്ങിൽ എത്ര ഫ്ലോറുകൾ ഉണ്ടായിരുന്നു? അബൌട്ട് 20 ഫ്ലോർസ്. ഏകദേശം 20 നിലകളുള്ള ബിൽഡിങ്ങുകൾ വരെ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹൗ മെനി ഫ്ലോർസ് ഡിഡ് യു ക്ലൈംബ്? നിങ്ങൾ എത്ര നില വരെ കയറിയിട്ടുണ്ട്? ഐ ക്ലൈംബ് അപ് ടു 5th ഫ്ലോർ. ഞാൻ 5th ഫ്ലോർ വരെ കയറിയിട്ടുണ്ട്. അനദർ ഹൗസ്. ഇപ്പം നമ്മളൊരു വീട് കണ്ടു, ഇനി വേറൊരു വീട്. മാമി ടുക്ക് മീ ഫസ്റ്റ് ടു ബാബ്ലൂസ് ഹൗസ്. നമ്മളിപ്പോൾ മാമി എന്നെ കൊണ്ടുപോയത് ബാബ്ലുവിൻ്റെ വീട്ടിലേക്കാണ്. ഹിസ് ഹൗസ് വാസ് ഓൺ ദ 12th ഫ്ലോർ. 12ാമത്തെ നിലയിലായിരുന്നു അവൻ്റെ വീട്. വാട്ട് എ ബിഗ് ഹൗസ്, ഒരു വലിയ വീട്. സോ മെനി റൂംസ്, ഒരുപാട് റൂമുകളുണ്ട്. 1 ടു സിറ്റ് ഇൻ, ഇരിക്കാൻ. 1 ടു ഈറ്റ് ഇൻ, കഴിക്കാൻ. 1 ടു സ്ലീപ്പ് ഇൻ, ഉറങ്ങാൻ. ആൻഡ് 1 ടു കുക്ക് ഇൻ, ഒരെണ്ണം ആഹാരം പാകം ചെയ്യാൻ. അങ്ങനെ ധാരാളം മുറികളുള്ള ഒരു വീട്. ദ ടോയ്ലറ്റ് വാസ് ഓൾസോ ഇൻ ദ ഹൗസ്. ആ വീടിനകത്ത് അവർക്ക് ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ഇറ്റ് ടുക്ക് മാമി എ ലോട്ട് ഓഫ് ടൈം ടു ക്ലീൻ ബാബ്ലൂസ് ഹൗസ്. ഒരുപാട് സമയം എടുത്താണ് ബാബ്ലുവിൻ്റെ വീട് മാമി ക്ലീൻ ചെയ്തത്. കാര്യം എന്താ, ഒരുപാട് റൂമുകളുണ്ട്. ബട്ട് ഷീ കുഡ് വർക്ക് ഈസിലി. ദെയർ വാസ് എ ടാപ്പ് ഇൻ ദ കിച്ചൺ ആൻഡ് വാട്ടർ ഫ്ലോ ഫ്രം ഇറ്റ്. പക്ഷെ മാമിക്ക് വളരെ എളുപ്പമായിരുന്നു. കാര്യം വെള്ളമൊക്കെ കിച്ചണിൽ ഒരു ടാപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. ബാബ്ലു പുട്ട് എ ബക്കറ്റ് അണ്ടർ ദ ടാപ്പ് ടു ഫിൽ വാട്ടർ ഫോർ ഹീസ് ബാത്ത്. ബാബ്ലു എന്താ ചെയ്തെന്നറിയാമോ? അവന് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് അവിടെ വെള്ളം നിറയ്ക്കാൻ വെച്ചു. ദെൻ ഹീ സാറ്റ് ഡൗൺ ദ വാച്ച് ടി വി. എന്നിട്ട് അവൻ ടി വി കാണാൻ പോയിരുന്നു. സോ മച്ച് വാട്ടർ വേസ്റ്റഡ്, ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, ഐ വെൻറ്റ് ആൻഡ് ക്ലോസ് ദ ടാപ്പ്. ബാബ്ലു ഇങ്ങനെ ബക്കറ്റ് ടാപ്പിനടിയിൽ വെച്ചിട്ട് പോയി ടി വി കണ്ടു. അപ്പോൾ എന്തുമാത്രം വെള്ളമാണ് പോകുന്നതെന്ന് നോക്കിക്ക്. അത് എനിക്കിഷ്ടമില്ല ഇങ്ങനെ വെള്ളം പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് പെട്ടെന്ന് പോയി അത് അടച്ചു, അതായത് ആ ടാപ്പ് അടച്ചു. ബാബ്ലൂസ് ഹൗസ് വാസ് ബിഗ് ഗ്ലാസ് വിൻഡോസ്. ബാബ്ലുവിൻ്റെ വീട് വലിയ ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു, ജനാല. ആൻഡ് മാമി ടോൾഡ് മീ ടു ലുക്ക് ഡൗൺ ഫ്രം ദ വിൻഡോ. മാമി എന്നോട് പറഞ്ഞു ആ വിൻഡോയിലൂടെ വെളിയിലേക്ക് നോക്കാൻ. ഐ കുഡ് സീ മാമാ സ്ട്രീറ്റ് ആൻഡ് ദ ഹൗസസ്. മാമയുടെ വീടും ആ സ്ട്രീറ്റും ഹൗസസും ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് ഐ കുഡ് നോട്ട് മേക്ക് ഔട്ട് വിച്ച് വാസ് ഹിസ് ഹൗസ്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു ഏതാണ് എൻ്റെ മാമൻ്റെ വീടെന്ന്. ഒരുപാട് വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഫ്രം അപ്പ് ദെയർ എവറിതിങ് ബിലോ ലുക്ക് ലൈക്ക് എ സ്മോൾ ടോയ്സ്. അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ എല്ലാം ചെറിയ കളിപ്പാട്ടങ്ങളുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. ഐ വാസ് ക്വൈറ്റ് അഫ്രൈഡ് ടു ലുക്ക് ഡൗൺ ഫ്രം സച്ച് എ ഹൈറ്റ്. ഇത്രയും ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കാൻ എനിക്ക് ഭയം തോന്നി. നോക്കി ഇതുപോലെ വലിയ ജനാലകളുണ്ടാവും വീടിന്. ഇതിനകത്തൂടെ നമുക്ക് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഹിയർ വി ഹാവ് 2 ടൈപ്പ് ഓഫ് ഹൗസസ്. നോക്കി ഇവിടെ നമുക്ക് ഒരു ഹട്ടും അതിനോട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഹൈ റൈസ് ബിൽഡിംഗ്, വലിയ ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ജീവിത സാഹചര്യങ്ങളിലും വ്യത്യാസമുണ്ട്. നോക്കാം. വെൻ നന്ദിത ഫസ്റ്റ് കം ടു മുംബൈ, വാട്ട് വേർ ദ തിങ്സ് ദാറ്റ് ഷീ വാസ് അഫ്രൈഡ് ടു ഡു. ആദ്യമായിട്ട് നന്ദിത മുംബൈയിൽ വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പേടിച്ചത്? ഗോയിങ് ടു ക്രൗഡഡ് പ്ലേസസ്, ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പേടിയായിരുന്നു. ബോർഡിങ് ദ ബസ്, ബസ്സിലേക്ക് കയറാൻ പേടിയായിരുന്നു. ടു ലുക്ക് ഡൗൺ ഫ്രം ഹയർ ഫ്ലോർ, മുകളിൽ നിന്ന് വലിയ ഉയരമുള്ള ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കാൻ പേടിയായിരുന്നു. ടു ബോർഡ് എ ലിഫ്റ്റ് വേർ ദ തിങ്സ് ദാറ്റ് നന്ദിത വാസ് അഫ്രൈഡ് ടു ഡു വെൻ ഷീ ഫസ്റ്റ് കെയിം ടു മുംബൈ. അതുപോലെ ലിഫ്റ്റിൽ കയറാനൊക്കെ നന്ദിതയ്ക്ക് പേടിയായിരുന്നു. വാട്ട് വെയർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസസ് വെർ മാമ ലിവ്ഡ് ആൻഡ് ദ ഹൗസ് ഇൻ ദ ഹൈ റൈസ് ബിൽഡിംഗ്. ഇനി വലിയ നമ്മൾ കണ്ട കെട്ടിടങ്ങളിലും മാമൻ്റെ വീട്ടിലും തമ്മിലുള്ള വ്യത്യാസം. മാമൻ്റെ വീട്ടിൽ എന്താണ് വ്യത്യാസം? കോമൺ ടോയ്ലറ്റാണ്, സെപ്പറേറ്റ് ടോയ്ലറ്റ് ഇല്ല. നോ സെപ്പറേറ്റ് കിച്ചൺ വേറെ ഇല്ല. നോ വാട്ടർ ടാപ്പ് ഇല്ല. നോ ഗ്ലാസ് വിൻഡോയും ഇല്ല. ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. നമ്മളിപ്പം മുമ്പേ കണ്ടില്ലേ 2 ടൈപ്പ് ബിൽഡിങ്ങുകൾ ഇതിൽ.
ഇതിനാണ് നമ്മൾ എന്താ ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങിൽ എന്താണുള്ളത്? സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട്, ടാപ്പ് ഇൻ കിച്ചൺ ആൻഡ് ബാത്റൂം, കിച്ചണിലും ബാത്റൂമിലും ടാപ്സ് ഉണ്ട്. ഈ ഗ്ലാസ് വിൻഡോ ഇസ് ദെയർ, ഒരു വലിയ ഗ്ലാസ് വിൻഡോയും ഉണ്ട്. ഡിസ്കസ് വൈ ദെയർ വെയർ ഡിഫറൻസ്, ഈ ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ് നോക്കിയേ. സ്ലംസ് എന്ന് പറഞ്ഞാൽ ചേരി പ്രദേശത്താണ് കുറേ ആൾക്കാർ ജീവിക്കുന്നത്. എന്താണെന്നറിയാമോ? അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അതായത് അവർക്ക് പൈസ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൗ ടു സഫർ ഫ്രം ഫുഡ്, വാട്ടർ ആൻഡ് സ്കേഴ്സിറ്റി. അവർക്ക് എന്താണ് ഫുഡും വാട്ടറും ഒക്കെ കിട്ടാൻ പ്രയാസമാണ്. നോ ഇലക്ട്രിസിറ്റി ഈസ് അവൈലബിൾ ദെയർ, അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും അങ്ങനെ കാണത്തില്ല. നോ ക്ലെൻലിനെസ് ഈസ് ദെയർ, ഒട്ടും തന്നെ വൃത്തിയും കാണത്തില്ല. ദെൻ ഹൈ റൈസ് ബിൽഡിങ്ങിലോ, വലിയ വീടുകൾ, അവിടെയാണ് ദേ ഡോണ്ട് ഹാവ് ടു സഫർ ഫ്രം ഫുഡ് ആൻഡ് വാട്ടർ സ്കേഴ്സിറ്റി. ഫുഡും വാട്ടറിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇലക്ട്രിസിറ്റി ഈസ് റെഗുലർ അവൈലബിൾ ദെയർ, ഇലക്ട്രിസിറ്റി ധാരാളം ഉണ്ടായിരിക്കും. എവറി ഡേ മെയ്ഡ്സ് കം ടു ക്ലീൻ ദെയർ ഹൗസസ്, അവരുടെ വീടുകളൊക്കെ എന്നും ആൾക്കാർ വന്ന്, മെയ്ഡ് മീൻസ് സെർവൻ്റ് വന്ന് വൃത്തിയാക്കി കൊടുക്കും. അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ കാരണം എന്താണ്? ഡിഫറൻസ് ഡ്യൂ ടു ഫിനാൻഷ്യൽ കണ്ടീഷൻസ്. പൈസയുടെ വ്യത്യാസം കൊണ്ടാണ്. അതായത് പൈസ കൂടുതലുള്ളവർ നല്ല ജീവിത നിലവാരം അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ജീവിക്കുന്നു. പൈസ കുറവുള്ളവർ ഇതുപോലെ സ്ലം എന്ന് പറഞ്ഞാൽ ചേരി പ്രദേശങ്ങൾ. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ കൈൻഡ് ഓഫ് ഹൗസ് യു ലിവ് ഇൻ, നിങ്ങൾ താമസിക്കുന്നത് ഇതിലേത് വീട്ടിലാണോ അത് നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം കേട്ടോ. വേർ ഡസ് വാട്ടർ കം ഫ്രം യുവർ ഹൗസ്, നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ഫ്രം വെൽ, കിണറിൽ നിന്നാണെന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഓപ്ഷനാണ്, നിങ്ങൾ എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് അത് എഴുതാം. ഈസ് ദെയർ ആൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇൻ യുവർ ഹൗസ്, നിങ്ങളുടെ വീട് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ? ഹൗ മെനി അവേഴ്സ് ഇൻ എ ഡേ യു ഗെറ്റ് ഇലക്ട്രിസിറ്റി, എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കിട്ടും? യെസ്, പിന്നെന്താ, നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്. 24 hours നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇലക്ട്രിസിറ്റി. വിച്ച് ഈസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ദ ഏരിയ വെയർ യു ലിവ്, നിങ്ങൾ താമസിക്കുന്നിടത്ത് നിയറസ്റ്റ് ഹോസ്പിറ്റലിന് പേരാണ്, മെഡിക്കൽ കോളേജാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടേത് നിങ്ങൾക്ക് എഴുതാം. ഹൗ ഫാർ ആർ ദീസ് ഫ്രം യുവർ ഹൗസ്, വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇതിന് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോക്കി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, മാർക്കറ്റ്, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തുമാത്രം ദൂരമുണ്ട്, എത്ര മിനിറ്റ് യാത്ര ചെയ്യണം അല്ലെ നടക്കണം, എത്ര കിലോമീറ്റർ ഉണ്ട്. ബസ് സ്റ്റോപ്പ് 5 minutes നടന്നാൽ മതി, 1/2 kilometer ഉള്ളൂ. ദെൻ സ്കൂളാണെങ്കിൽ 60 minutes നടക്കേണ്ടി വരും. ദെൻ 5 kilometer ആണ്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതാം. ഓക്കെ, താല്പര്യം എന്നല്ല, നിങ്ങളുടെ വീടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക്, സ്കൂളിലേക്ക്, മാർക്കറ്റിലേക്ക്, പോസ്റ്റ് ഓഫീസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചെയ്താൽ. ഡ്രോ പിക്ചേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹൗസസ് ഇൻ യുവർ ഏരിയ, നിങ്ങളുടെ വീടിനടുത്തുള്ള മറ്റ് വീടുകളുടെ പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ്. ന്യൂ വറി, ഒരു പുതിയ സങ്കടം. മാമ ഹാഡ് സെഡ് ദാറ്റ് ഹി വുഡ് ടേക്ക് മീ അറൗണ്ട് ടു സീ മുംബൈ, മുംബൈ മൊത്തം എന്നെ കാണിക്കാമെന്ന് മാമൻ പറഞ്ഞു. ദ ചിൽഡ്രൻ അറൗണ്ട് ഹിയർ ടോക്ക് എ ലോട്ട് അബൌട്ട് ചൗപ്പാട്ടി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കുട്ടികളൊക്കെ പറയുന്നത് കേട്ടു. ദേ സേ ദാറ്റ് ദ ബിഗ് ഫിലിം സ്റ്റാർസ് ഓൾസോ കം ദെയർ, അവിടെ വലിയ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. മേ ബി വെൻ ഐ ഗോ ദെയർ ഐ മൈറ്റ് സീ ഫിലിം സ്റ്റാർ, ഞാൻ ആഗ്രഹിച്ചു അവിടെ പോയാലേ എനിക്കും ഫിലിം സ്റ്റാർസിനെ കാണാൻ പറ്റുമെന്ന്. ദീസ് ഡേയ്സ് മാമ ഈസ് സോ വറീഡ്, എൻ്റെ മാമൻ ഈ സമയത്ത് വളരെയധികം വറീഡായിരുന്നു, ആപ്പാടെ സങ്കടപ്പെട്ടിരിക്കുമെന്ന്. എന്താ കാര്യം? ഐ കനോട്ട് ആസ്ക് ഹിം ടു ടേക്ക് മീ ടു ചൗപ്പാട്ടി, എനിക്ക് ചൗപ്പാട്ടിയിലേക്ക് പോകണമെന്ന് പറയാൻ തോന്നുന്നില്ല. ലാസ്റ്റ് വീക്ക് സം പീപ്പിൾ ഹാഡ് കം വിത്ത് എ നോട്ടീസ് ദാറ്റ് എവറി വൺ ഷുഡ് മൂവ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്, കഴിഞ്ഞ ആഴ്ച കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും പോകണമെന്ന്. ദേ സേ എ ബിഗ് ഹോട്ടൽ വിൽ ബി ബിൽഡ് ദെയർ, അവരെന്താ പറഞ്ഞത്, ഇവിടെ അതായത് മാമൻ്റെയൊക്കെ വീടിരിക്കുന്നിടത്ത് ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കാൻ പോകുന്നുവെന്ന്. മാമ വാസ് സേയിങ് ദാറ്റ് ദിസ് ഈസ് ദ 3rd time in the last 10 years that he got such notices,
എൻ്റെ മാമൻ പറഞ്ഞു ഈ 10 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം അദ്ദേഹത്തിന് ഇതുപോലെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. പീപ്പിൾ ഹു ലിവ് ഹിയർ ഹാവ് ബീൻ ഗിവൺ അനദർ പ്ലേസ് ടു മേക്ക് ദെയർ ഹൗസസ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേറെ എവിടെയെങ്കിലും എന്ത് കിട്ടും, സ്ഥലം കിട്ടും. ബട്ട് ഇറ്റ് ഈസ് വെരി ഫാർ അവേ, പക്ഷേ പലപ്പോഴും അത് വളരെ ദൂരത്തിലായിരിക്കും. അനദർ കോർണർ ഓഫ് ദ സിറ്റി, ആ സിറ്റിയിലെ ആ നഗരത്തിലെ തന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും. കോർണർ മീൻസ് മൂല. ദർ ഈസ് നോ ഡ്രിങ്കിങ് വാട്ടർ, നോ ഇലക്ട്രിസിറ്റി, ചിലപ്പോൾ അവിടെ വെള്ളം കാണത്തില്ല കുടിക്കാൻ, പിന്നെ ഇലക്ട്രിസിറ്റി കറണ്ട് കാണത്തില്ല. ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് എനി ബസ് ഗോസ് ദെയർ, എനിക്കറിയത്തില്ല അവിടെ ഇനി ബസ്സും ഉണ്ടാകുമോ എന്ന്. ഹൗ വിൽ മാമ റീച്ച് ഹിസ് വർക്ക് പ്ലേസ് ഫ്രം സോ ഫാർ, ഇത്ര ദൂരം നിന്നും മാമൻ എങ്ങനെയാണ് ഈ സിറ്റിയിലേക്ക് ജോലിക്ക് വരുന്നത്. ഹൗ മച്ച് മണി വിൽ ഹി വാസ് ടു സ്പെൻഡ്, എന്തുമാത്രം പൈസ ചിലവാക്കിയാൽ പറ്റും എന്തിനാണ്. ഹൗ മച്ച് ടൈം ഓൾസോ, അതുപോലെ എത്ര സമയം യാത്ര ചെയ്താലേ ജോലി സ്ഥലത്തെത്താൻ പറ്റും. ആൻഡ് മാമി വിൽ ഷീ ഗെറ്റ് സം അതർ വർക്ക്സ് ദെയർ, അതുപോലെ മാമിക്ക് ഇപ്പം വീടുകളിലൊക്കെ ജോലിയുണ്ട്, അവിടെയും അതുപോലെ വേറെ ജോലി കിട്ടിയെങ്കിലേ പറ്റൂ. ഇഫ് മാമ മൂവ്സ് ടു എ ന്യൂ പ്ലേസ് ഹൗ വിൽ ഐ ഏബിൾ ടു വിസിറ്റ് മൈ മദർ, അതുപോലെ മാമൻ ദൂരെ സ്ഥലത്തോട്ട് മാറിയാൽ ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണും. മദർ ഈസ് നോട്ട് ഈവൻ കംപ്ലീറ്റ്ലി വെൽ അറ്റ് ആസ് എറ്റ്, ഇതുവരെ അമ്മ കംപ്ലീറ്റ് ആയിട്ട് സുഖം പ്രാപിച്ചുമില്ല. റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. വൈ ഡസ് മാമ ഹാവ് ടു ചേഞ്ച് ഹിസ് ഹൗസ്, മാമൻ എന്തിനാണ് വീട് മാറാമെന്ന് ചിന്തിച്ചത്. എന്താണ്, എ ബിഗ് ഹോട്ടൽ വാസ് പ്രൊപ്പോസ് ടു ബി ബിൽറ്റ് ഓൺ ദ ലാൻഡ് വെയർ മാമ ഹാഡ് ഹിസ് ഹൗസ് വാസ് പ്രസൻറ്റ്. ഇപ്പം മാമൻ്റെ വീട് ഇരിക്കുന്നിടത്ത് വലിയൊരു ഹോട്ടൽ വരുന്നു. സോ ദ പീപ്പിൾ ലിവിങ് അറ്റ് ദാറ്റ് പ്ലേസ് ഹാഡ് ടു ചേഞ്ച് ദെയർ ഹൗസസ്, അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന എല്ലാവരും മാറിക്കൊടുക്കണം. ഹാവ് യു എവർ മൂവ് ഫ്രം യുവർ ഹൗസ്, ഇഫ് യെസ് വൈ ഡിഡ് യു ഹാവ് ടു മൂവ്, ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും വേറെ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ. യെസ് ഐ മൂവ് ഫ്രം മൈ ഹൗസ് ബിക്കോസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈ ഫാദർ ടു അനദർ പ്ലേസ്, എൻ്റെ അച്ഛന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. ഡു പീപ്പിൾ ഇൻ യുവർ ഫാമിലി ഹാവ് ടു ഗോ ഫാർ ഫോർ ദെയർ വർക്ക്, വെയർ ഡു ദേ ഗോ, ഹൗ ഫാർ ഡു ദേ ഹാവ് ടു ഗോ. ഇനി നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അവർ ഇത്രയും ദൂരെ എത്ര ദൂരമാണ് പോകുന്നത്. യെസ് മൈ ഫാദർ ഗോസ് ടു ഓഫീസ് ഫോർ ഹിസ് വർക്ക്, എൻ്റെ ഫാദർ ഓഫീസിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഹിസ് ഓഫീസ് ഈസ് അബൌട്ട് 10 കിലോമീറ്റർ ഫ്രം അവർ ഹൗസ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയായിട്ടാണ് അച്ഛൻ ജോലിക്ക് പോകുന്നത്. ഈസ് ഇറ്റ് റൈറ്റ് ദാറ്റ് മാമ ആൻഡ് അതേഴ്സ് ഹാവ് ടു മൂവ് ബിക്കോസ് ഹോട്ടൽ ഈസ് ഗോയിങ് ടു ബിൽഡ് ദെയർ, ആ ഹോട്ടൽ അവിടെ വരുന്നതുകൊണ്ട് മാമനൊക്കെ അവിടെ നിന്ന് പോകുന്നതിൽ എന്തെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യമാണോ. ഈസ് ഇറ്റ് റൈറ്റ്, ശരിയാണോ അത്. ഇഫ് ദേ വെയർ നോട്ട് ദ ഓണർ ഓഫ് ദ ലാൻഡ് ദെൻ ഇറ്റ് ഈസ് റൈറ്റ്, അവരാ വീടിൻ്റെ അല്ലെ ആ സ്ഥലത്തിൻ്റെ ഓണർ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥരല്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുത്തല്ലേ പറ്റൂ. ബട്ട് ദ ഗവൺമെൻറ് ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് ദ പുവർ ഗെറ്റ് അഫോർഡബിൾ ഹൗസസ്, പക്ഷെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഈ അഫോർഡബിൾ മീൻസ് അവർക്ക് താങ്ങാൻ പറ്റുന്നത്രയും എന്താ പറയുന്നത് റെൻ്റൊക്കെ ഉള്ള ഒരു വീട് ഗവൺമെൻറ്റിന് അവർക്ക് കൊടുക്കാൻ പറ്റണം. ഹൂ വിൽ ബെനിഫിറ്റ് ഫ്രം ദിസ്, ഇതിൽ നിന്ന് ലാഭം ആർക്കാണ് ഉണ്ടാകുന്നത്. ദ ഓണർ ഓഫ് ദ ലാൻഡ് ആൻഡ് ഹോട്ടൽ വിൽ ബി ബെനിഫിറ്റഡ് ഫ്രം ദിസ്, ആ സ്ഥലത്തിനുടമയ്ക്കും ആ ഹോട്ടലിനുടമയ്ക്കും ഒക്കെ ആയിരിക്കും ലാഭം ഉണ്ടാകുന്നത്. ശരിയല്ലേ, അവിടെ വലിയ ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പല ബിസിനസ്സുകളൊക്കെ നടത്തി ലാഭങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ പാമ്പിടിച്ച് അവിടെ നിന്ന് മാറുന്ന ആൾക്കാർക്കോ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഹൂ വിൽ ഫേസ് ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ആർക്കാണുള്ളത്. പീപ്പിൾ ലൈക്ക് നന്ദിതാസ് മാമ വിൽ ഫേസ് ഡിഫിക്കൽട്ടീസ്, നന്ദിതയുടെ അമ്മാവനെ പോലെ ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കുന്നത്. ഡു യു നോ ഓഫ് എനി പീപ്പിൾ ഹു ഹാവ് ഫേസ്ഡ് പ്രോബ്ലം സിമിലർ ടു നന്ദിതാസ് മാമ, നന്ദിതയുടെ മാമൻ്റെ കൂട്ട് ഇതുപോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ, അതിനെക്കുറിച്ച് ക്ലാസ്സിൽ സംസാരിക്കുക. ദെൻ ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഹൗസ് ഇൻ യുവർ ചോയ്സ് ആൻഡ് കളർ ഇട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീടിൻ്റെ പടം വരച്ച് കളർ ചെയ്യാം. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും വീഡിയോ മൊത്തം കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.